ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബായ വീവർ അഥവാ ആറ്റക്കുരുവി. തൂക്കണാങ്കുരുവി എന്നും കൂരി ആറ്റ എന്നും വിളിക്കാറുണ്ട്. പ്ലോസിയസ് ഫിലിപ്പിനസ് എന്നതാണ് ശാസ്ത്രനാമം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരറ്റസ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ. പക്ഷികളെക്കുറിച്ചും ബേർഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബായ വീവർ അഥവാ ആറ്റക്കുരുവി. തൂക്കണാങ്കുരുവി എന്നും കൂരി ആറ്റ എന്നും വിളിക്കാറുണ്ട്. പ്ലോസിയസ് ഫിലിപ്പിനസ് എന്നതാണ് ശാസ്ത്രനാമം. ആറ്റക്കുരുവി കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ്. ആറ്റക്കുരുവികളെ വലിയ പറ്റങ്ങളായി നെൽവയൽ പ്രദേശങ്ങളിലും പാടശേഖരങ്ങളിലും പോട്ടപ്പുൽ പ്രദേശങ്ങളിലും കുറ്റിച്ചെടികൾ തിങ്ങി വളരുന്ന തരിശു നിലങ്ങളിലും കാണാവുന്നതാണ്. വലിയ കൂട്ടങ്ങളായി കാണുന്ന ആറ്റക്കുരുവികൾ മഴയുടെയും ആഹാര ലഭ്യതയുടെയും തോതനുസരിച്ച് അവയുടെ ആവാസ കേന്ദ്രങ്ങൾ മാറ്റാറുണ്ട്. ആറ്റക്കുരുവിക്ക് ഏതാണ്ട് 15 സെൻറ്റിമീറ്ററോളം വലുപ്പമുണ്ടാകും. പ്രജനനവേഷത്തിലല്ലാത്ത ആൺപക്ഷിയും പെൺപക്ഷിയും കാഴ്ചക്ക് അങ്ങാടിക്കുരുവിയെപ്പോലെ ഇരിക്കും. പക്ഷിക്ക് നല്ല ബലമുള്ള സമഭുജ ത്രികോണാകൃതിയിലുള്ള കൊക്കും ചെറിയ ചതുരാകൃതിയിലുള്ള വാലുമാണുള്ളത്. പ്രജനനവേഷത്തിലല്ലാത്ത ആൺപക്ഷിയും പെൺപക്ഷിയും ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. പക്ഷിയുടെ പുറംഭാഗമെല്ലാം തവിട്ട് നിറത്തിലുള്ള വരകളുണ്ടാകും. അടിഭാഗം ഇളം മഞ്ഞ കലർന്ന വെള്ള നിറം. കൺപുരികം നീണ്ടതും വൈക്കോൽ നിറത്തിലുള്ളതുമാണ്. പക്ഷിയുടെ കൊക്ക് ചാരനിറം കലർന്ന തവിട്ട് നിറം. പ്രജനനവേഷത്തിലുള്ള ആൺപക്ഷിക്ക് നല്ല ശോഭയുള്ള തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള തൊപ്പിയും കടും തവിട്ട് നിറം കലർന്ന കറുപ്പ് മുഖാവരണവും കറുത്ത കൊക്കുമാണുള്ളത്. പക്ഷിയുടെ പുറഭാഗമെല്ലാം കടും തവിട്ട് നിറവും മഞ്ഞ വരകളും ഉള്ളതാണ്. മാറിടം ശോഭയുള്ള തിളങ്ങുന്ന മഞ്ഞ നിറവും അടിഭാഗമെല്ലാം മുഷിഞ്ഞ വെള്ള നിറവുമാണ്. പ്രജനനകാലം കഴിഞ്ഞാൽ ആൺപക്ഷി പെൺപക്ഷിയെപ്പോലിരിക്കും. ആറ്റക്കുരുവികൾ സമൂഹമായും പറ്റം ചേർന്ന് ജീവിക്കുന്നതുമായ പക്ഷികളാണ്. അവ 1000-ഉം അതിലധികവും അടങ്ങുന്ന കൂട്ടങ്ങളായാണ് ഇരതേടുന്നത്. വിത്ത് വിതച്ച നെൽപ്പാടങ്ങളിലും അതേപോലെ തന്നെ വിളഞ്ഞു നിൽക്കുന്ന നെൽവയലുകളിലും വലിയ കൂട്ടങ്ങളായി പറന്നിറങ്ങി തീറ്റ തേടി കർഷകർക്ക് ശല്യം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നെൽക്കതിർ വെക്കുന്ന വേളയിലും തീറ്റക്കും കൂടുകെട്ടുവാനുള്ള ഇലക്കീറലുകൾ മുറിച്ചെടുത്തും അവ ശല്യം ചെയ്യാറുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ 10,000-കണക്കിന് പക്ഷികൾ വ്യൂഹം ചമഞ്ഞ് പറന്നിറങ്ങി ഇര തേടാറുണ്ട്. തരിശു നിലങ്ങളിലും മറ്റുമുള്ള കുറ്റിച്ചെടികളുടെയും പോട്ടപ്പുല്ലുകളുടെയും മറ്റും വിത്തുകളും പക്ഷി ഭക്ഷണമാക്കാറുണ്ട്. പ്രാണികളെയും പാറ്റകളെയും തുമ്പികളെയും ഓന്ത് തവള തുടങ്ങിയവയെയും ഭക്ഷിക്കാറുണ്ട്. പ്രാണികളെയും പാറ്റകളെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും പിടിക്കാറുള്ളത്. പക്ഷി ചിറ്റ് ചിറ്റ് ചീർ എന്നോ മറ്റോ ഉള്ള ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. കൂടുതലും പ്രജനനകാലത്താണ് ഉച്ചത്തിലുള്ള ഈ ശബ്ദം കേൾക്കാറുള്ളത്. ആറ്റക്കുരുവിയുടെ പ്രജനനകാലം മഴക്കാലത്താണ്. പ്രജനനകാലം എടുക്കുമ്പോൾ തന്നെ ആൺപക്ഷികൾ കൂടുകൂട്ടുവാനുള്ള തിരക്കിലായിരിക്കും. വളരെ കാലമായി കൂട് കെട്ടി വരാറുള്ള സ്ഥലം തന്നെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. കൂടുകൾ അധികവും വയലുകൾക്ക് സമീപമുള്ള നല്ല ഉയരമുള്ള തെങ്ങിലോ പനയിലോ അക്കേഷ്യ മരത്തിലോ മറ്റോ ആയിരിക്കും. ആറ്റക്കുരുവികൾ കൂട്ടമായി എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിലാണ് കൂട് വയ്ക്കുന്നത്. 30 മുതൽ 40 വരെ കൂടുകൾ അടുത്തടുത്ത് കാണാറുണ്ട്. പുല്ലുകളും നാരുകളും കൊണ്ടുണ്ടാക്കിയ കുപ്പികൾ പോലെ തൂങ്ങിക്കിടക്കുന്ന വലിയ കൂടുകളുടെ നിർമ്മാണവും വളരെ വിചിത്രമാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾക്ക് മുൻപ് കെട്ടുന്ന കൂടുകൾ മിക്കവാറും വൃക്ഷങ്ങളുടെ കിഴക്ക് ഭാഗത്തുള്ള കൊമ്പുകളിലായിരിക്കും. പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള ശക്തമായ കാറ്റിനെയും മഴയെയും ചെറുക്കാനാണിത്. ആൺപക്ഷി തനിക്കിഷ്ടപ്പെട്ട മരക്കൊമ്പോ ഓലയോ തിരഞ്ഞെടുക്കും. പാടത്തു നിന്നുള്ള നെൽച്ചെടികളിൽ നിന്നുള്ള 10-15 സെൻറ്റിമീറ്റർ നീളമുള്ള ഇലക്കീറലുകൾ ചീന്തിയെടുക്കും. ഈ നാടകളെ മരക്കൊമ്പിലോ ഓലപ്പട്ടയിലോ ബലമായി ചുറ്റിയും മെടഞ്ഞും കെട്ടിത്തുടങ്ങും. ചിലപ്പോൾ കൂട് കെട്ടുന്ന ഓലയിലെ കീറലുകൾ തന്നെ ഉപയോഗിക്കും. ഓലനാരും കീറലുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന കീഴ്പോട്ടേക്ക് കെട്ടിവരുന്ന കൂടിന് ഒരു കയറിൽ കെട്ടിത്തൂക്കിയ ഒരു വളയത്തിൻ്റെ ആകൃതിയാണ് ഉണ്ടാവുക. ഈ വളയത്തിൻ്റെ ഇരുഭാഗത്തുമായി നാരുകൾ കൊണ്ട് ഭിത്തിയുടെ പണിയും തുടങ്ങും. ആൺപക്ഷി പെൺപക്ഷിയെ കൂട്ടിലേക്ക് ക്ഷണിക്കും.
പെൺപക്ഷി കൂട്ടിൽ വന്ന് കൂട് ഇഷ്ടപ്പെട്ട് സമ്മതിച്ചാൽ ഇണചേരും. പിന്നെ കൂട് പൂർത്തിയാക്കാനുള്ള തിരക്കിലായിരിക്കും. മുട്ടയിടുവാനുള്ള അറയുടെ പണി പൂർത്തിയായാൽ പ്രവേശനമാർഗമായ നീണ്ട കുഴലിൻ്റെ പണിയും പെട്ടെന്ന് ചെയ്തു തീർക്കും. ഏതാണ്ട് 500-ലധികം ഓലക്കീറലുകൾ ഉപയോഗിച്ച് 18 ദിവസത്തോളം എടുക്കും കൂടുപണി പൂർത്തിയാക്കാൻ. പെൺപക്ഷി 2 മുതൽ 4 വരെ വെളുത്ത മുട്ടകളിടും. പെൺപക്ഷി മുട്ടകളിട്ട് അടയിരിക്കാൻ തുടങ്ങിയാൽ ആൺപക്ഷി വേറൊരു കൂട് കെട്ടാനുള്ള ശ്രമത്തിലായിരിക്കും. ആറ്റക്കുരുവികൾ 3-4 ഇണകളെ തിരഞ്ഞെടുക്കാറുണ്ട്. കെട്ടുന്ന കൂട്ടിൽ പെൺപക്ഷി വന്ന് താമസമുറപ്പിച്ചാൽ ആൺപക്ഷി വീണ്ടും വേറൊരു പെൺപക്ഷിക്ക് വേണ്ടി കൂട് കെട്ടാൻ തയ്യാറെടുപ്പ് നടത്തും. പെൺപക്ഷികൾ 14 മുതൽ 17 ദിവസം വരെ അടയിരിക്കും. 3 ആഴ്ചകളോളം എടുക്കും വിരിഞ്ഞ കുഞ്ഞുങ്ങൾ കൂടുവിട്ട് പറന്നു പോകാൻ. കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം ആൺപക്ഷി കൂട്ടിലെത്തിക്കും. കാക്കകൾ ആറ്റക്കുരുവിയുടെ കൂടുകൾ ആക്രമിക്കാറുണ്ട്. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ എലികളും ഓന്തുകളും മറ്റും ഉപദ്രവിക്കാറുണ്ട്. ആറ്റക്കുരുവിയുടെ ഒഴിഞ്ഞ കൂടുകൾ ആറ്റക്കറുപ്പനും മറ്റും ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ആറ്റക്കുരുവിയെ കാണാവുന്നതാണ്. 5 ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്ലോസിയസ് ഫിലിപ്പിനസ് ട്രാവൻകൂറൻസിസ് എന്ന ഉപജാതിയെയാണ് കേരളത്തിൽ കാണുന്നത്. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ബായ വീവർ അഥവാ ആറ്റക്കുരുവി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.